വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഞാൻ അമിത് ജോർജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തിലെ സ്റ്റാച്യുവാരിയോ കളക്ഷൻസ്. സ്റ്റാച്യുവാരിയോ കളക്ഷൻസ് എന്ന് പറയുമ്പം എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടൈലാണ് സ്റ്റാച്യുവാരിയോ പ്രിന്റ്. അതേപോലെ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു കോൺട്രാസ്റ്റ് കൂടിയ ഒരു വെർഷൻ ഞാൻ കാണിക്കാം. ഇതാണ് സ്റ്റാച്യുവാരിയോയുടെ ഏറ്റവും കോൺട്രാസ്റ്റ് കൂടിയ വെർഷൻ നമ്മുടെ ഷോറൂമിലുള്ള. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ കളക്ഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഈ സ്റ്റാച്യുവാരിയോ എന്തുവാണെന്നുള്ളത്. ഇറ്റലിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു മാർബിളാണ്. അതിന്റെ പേരാണ് സ്റ്റാച്യുവാരിയോ മാർബിൾ. സ്റ്റാച്യുവാരിയോയ്ക്ക് തന്നെ ഒരുപാട് വേരിയന്റ്സ് ഉണ്ട്. കറാറ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്, കാലക്കട്ട എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്, അർബസ്കാറ്റോ ഒരു വേരിയന്റ് ഉണ്ട്. പിന്നെ ഈ സ്റ്റാച്യുവാരിയോയ്ക്ക് തന്നെ പല കളർ വേരിയേഷൻസ് ഉണ്ട്. ലൈക്ക് ബ്രൗൺ, ബ്ലാക്ക് സ്റ്റാച്യുവാരിയോ ഉണ്ട്, അതേപോലെ ഗോൾഡൻ സ്റ്റാച്യുവാരിയോ ഉണ്ട്, സ്പൈഡർ സ്റ്റാച്യുവാരിയോ ഉണ്ട്. അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പം പലതരം മാർബിൾസ് ഉണ്ട്. പക്ഷേ മാർബിൾസിന്റെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് സ്റ്റാച്യുവാരിയോ ആണ്. കാരണം അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം സ്റ്റാച്യുവാരിയോ മാർബിൾ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈൽസ് ആണ്. പക്ഷേ ഇതിന്റെ ഒറിജിനൽ മാർബിളിന് ഭയങ്കര വിലയാണ്. നല്ല മാർബിൾ അല്ലെങ്കിൽ നല്ല ഒരു കലക്കട്ട വൈറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 700 മുതൽ 1000 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. ഇന്ത്യയിൽ അത് വരാറേ ഇല്ല. കൂടുതലും വികസിത രാജ്യങ്ങളിലാണ് ഈ മെറ്റീരിയലിന് ഡിമാൻഡ് ഉള്ളതും കൺസംഷൻ ഉള്ളതും. മാർബിളിന്റെ രാജാവ് എന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ മാർബിൾ പണമുള്ളവർ ജസ്റ്റ് മേടിച്ച് അങ്ങ് ഇട്ടാ പറ്റത്തില്ല. കാരണം ഈ മാർബിൾ എല്ലായിടത്തും ഇറക്കിയത്തില്ല. അപ്പം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം, കുറച്ചുകൂടെ ഈ മാർബിളിനെ ആ വീടിന്റെ സെന്റർ ആക്കി ആലോചിച്ച് എടുക്കുന്ന വീടുകളിലെ ഈ മാർബിള് ഇറക്കത്തുള്ളൂ. പക്ഷെ ഇത് ടൈൽസിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ടൈൽസിൽ ഇത് പല സൈസിലും പല പ്രിന്റിലും ശരിക്കും നേച്ചറിലുള്ള രീതിയിലുള്ള ആണെങ്കിലും നേച്ചറിൽ ഇല്ലാത്ത രീതി ആർട്ടിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും ഇത് ഏത് രീതിയിലും ടൈൽസിലേക്ക് വരുമ്പോൾ ഇത് വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഏതൊരു വീടിനും ചെറുതായാലും വലുതായാലും ടോയ്ലറ്റ്സ് ആയാലും വീടിന്റെ ഏത് ഭാഗമായാലും നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സ്റ്റാച്യുവാരിയോ മാർബിൾ അല്ലെങ്കിൽ സ്റ്റാച്യുവാരിയോ മാർബിളിന്റെ പ്രിന്റ് ഉള്ള ടൈൽസ് ഏതൊരു ടൈൽ കടയിലെയും സ്റ്റേപ്പിൾ മെറ്റീരിയൽ ആണ്. സ്റ്റേപ്പിൾ മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുമ്പോൾ വേറെ ഒന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ടൈല് അല്ലെങ്കിൽ ഈ ടൈലിന്റെ ഒരു 2, 3, 4, 10 വേരിയേഷൻ ഷോറൂമിൽ കാണും. കാരണം വരുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾക്ക് വൈറ്റ് കളറിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. വൈറ്റ് ബേസ് ഉള്ളത് കൊണ്ടും പിന്നെ ഇതിന്റെ ഈ അട്രാക്റ്റീവ് പ്രിന്റ്സ് ഉള്ളതുകൊണ്ടും എല്ലാ സ്ഥാപനത്തിലും ഇത് കിട്ടും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തെ സ്റ്റാച്യുവാരിയോ കളക്ഷൻ. അപ്പോൾ നമുക്ക് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തെ ആദ്യത്തെ സ്റ്റാച്യുവാരിയോ ടൈലിലേക്ക് വരാം. ഇതാണ് ആദ്യം കാണിക്കുന്ന 6x4 സൈസിൽ കജാരിയ വിട്രോണൈറ്റിന്റെ 15 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള സ്റ്റാച്യുവാരിയോ പേൾ. ഇതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റാച്യുവാരിയോ പ്രിന്റ്. ഇത് എക്സ്പെൻസീവ് ആണ്. അറൌണ്ട് 150 to 200 റേഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് പലർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഇത് എടുക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. സ്റ്റാച്യുവാരിയോ പേൾ ഫ്രോം കജാരിയ വിട്രോണൈറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കാം. ഇതിന്റെ തന്നെ തൊട്ട് താഴെ വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. 6x4 സൈസ് ആണ്, പക്ഷേ 8 mm തിക്നെസ് ആണ്. സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് കജാരിയ എറ്റർണിറ്റി അർബസ്കാറ്റോ. ഈ കണ്ടതാണ് കജാരിയ എറ്റർണിറ്റിയുടെ 6x4 സൈസിൽ അർബസ്കാറ്റോ. നേരത്തെ കണ്ടത് പേൾ വൈറ്റ് അല്ലെങ്കിൽ സ്റ്റാച്യുവാരിയോ പേൾ കജാരിയ വിട്രോണൈറ്റിന്റെ ആയിരുന്നെങ്കിൽ ഇത് കജാരിയ എറ്റർണിറ്റിയുടെ ആണ്. പിഗ്മെന്റേഷനിൽ ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഒരു ട്രാൻസ്ലൂസന്റ് ലുക്ക് ആണെങ്കിൽ ഇത് പക്ക വൈറ്റ് സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് ആണ്. ഒട്ടും വിലക്കുറവല്ല. എന്നാലും 100 to 150 റേഞ്ചിൽ വരുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ഒരു സ്റ്റാച്യുവാരിയോ പ്രിന്റ് ആണ്. ഇത് കഴിഞ്ഞ ആർക്ക് 4-നകത്ത് ഇനിയും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാച്യുവാരിയോയിൽ കണ്ടുനോക്കാം. നമ്മൾ നേരത്തെ കണ്ട അർബസ്കാറ്റോടെ അതേ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. പക്ഷേ ഇതിന്റെ ഗ്രെയിൻസ് ഡിഫറെന്റ് ആണ്. ഇതാ കജാരിയ എറ്റർണിറ്റിയുടെ കാലക്കട്ട ഡോവ്. കാലക്കട്ട ഡോവും അർബസ്കാറ്റോയും തമ്മിലുള്ള വ്യത്യാസം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ കാലക്കട്ടയ്ക്കകത്ത് ഗ്രെയിൻസിന് ഡയറക്ഷൻ ഉണ്ട്. അതായത് ഏത് ടൈൽ എടുത്താലും ഈ ലൈൻസ് ഒരു ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അടുത്ത ടൈലിട്ട ഈ ലൈൻ എക്സാക്ട്ലി ക്യാച്ച് ചെയ്തില്ലെങ്കിലും അടുത്ത ടൈലിലെ ലൈൻസും ഏകദേശം ഇതേ ദിശയിലോട്ട് മൂവ് ചെയ്യും. പല കസ്റ്റമേഴ്സിനും അത് ഇഷ്ടമാണ്. അതായത് ഗ്രെയിൻസ് ഒന്നിലൊന്ന് ക്യാച്ച് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട അർബസ്കാറ്റയ്ക്കകത്ത് ഗ്രെയിൻസ് ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. ഓരോ ടൈലിലും ഗ്രെയിൻസ് ഓരോ ദിശയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം അത് കുറച്ചുകൂടെ പ്രീമിയം ഒരു ഫീലാണ്. പക്ഷേ എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഇതാണ് കാലക്കട്ട ഡോ സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് ബൈ കജാരിയ എറ്റർണിറ്റി. ഇനി കജാരിയ എറ്റർണിറ്റിയുടെ തന്നെ ഒരു ലോ റേഞ്ച് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇത് 100 to 150 റേഞ്ച് ആണെങ്കിൽ നമുക്കൊരു 100 rupees ഓർ ജസ്റ്റ് ബിലോ 100 rupees റേഞ്ചിൽ 2 മെറ്റീരിയൽ ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് സ്റ്റാച്യുവാരിയോ ആൽമണ്ട്. നമുക്ക് കാണാം ഒരു 90% വൈറ്റ് പ്ലെയിൻ വൈറ്റ് ബേസ് ആണ്. 10% മാത്രം ലൈൻ വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്ലാക്ക് സ്റ്റാച്യുവാരിയോ അല്ല, ഇത് ഗോൾഡൻ സ്റ്റാച്യുവാരിയോ ആണ്. ഇതിനകത്ത് ഒരു ചെറിയ ഒരു ഗോൾഡ് കളറിലെ ഗ്രെയിൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റാച്യുവാരിയോ ആൽമണ്ട് ജസ്റ്റ് ബിലോ 100 rupees. അടുത്ത കജാരിയ എറ്റർണിറ്റിയുടെ സബ് 100 rupeesലെ ഏറ്റവും സക്സസ്ഫുൾ ഏറ്റവും ബ്യൂട്ടിഫുൾ വാല്യൂ ഫോർ മണി
ടൈൽ ഈസ് എസ്തെറ്റിക് ബിയാങ്കോ. എസ്തെറ്റിക് ബിയാങ്കോയിൽ നമുക്ക് കാണാം ലൈൻസ് ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈൻസ് അല്ല, പക്ഷെ വളരെ നേരിയ ഗ്രെയിൻസ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ എഫക്റ്റ് ആണ് ഫ്ലോറിൽ വിരിച്ച് കഴിയുമ്പോൾ. സോ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് മെറ്റീരിയലാ റൈറ്റ് നൗ. 6x4ന്റെ സമയമാണ്. 6x4 എടുക്കാവോ, ബഡ്ജറ്റ് എല്ലാ ബഡ്ജറ്റിനും ഉള്ള 6x4 നമ്മുടെ കയ്യിലുണ്ട്. ആ എല്ലാ ബഡ്ജറ്റ് എന്ന് എടുത്ത പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇപ്പൊ ഇത്രയും കണ്ടത് കജാരിയയുടെ പല ഡിവിഷൻസിന്റെ മെറ്റീരിയലാണ്. ഇനി ഒരു അൺബ്രാൻഡഡ് കമ്പനിയുടെ 6x4 കൂടെ ഞങ്ങളുടെ അടുത്തുണ്ട്, അതും കൂടെ കാണിക്കാം. ഇപ്പൊ നമ്മൾ ഈ കണ്ടതാണ് മൊണോലിത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റാച്വാരിയോ ഒറാക്കൽ എന്ന് പറയുന്നത്. ഈ സ്റ്റാച്വാരിയോ മാത്രം നോട്ട് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് എന്തോ വരുന്നത് സ്റ്റാച്വാരിയോ പേൾ ആണോ അല്ലെങ്കിൽ സ്റ്റാച്വാരിയോ ഗോൾഡ് ആണോ സ്റ്റാച്വാരിയോ ഇതാണോ അതാണോ അതിലൊന്നും കാര്യമില്ല. സ്റ്റാച്വാരിയോ ആണ്. സ്റ്റാച്വാരിയോ മാർബിൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗ്രെയിൻസിന്റെ ട്രാൻസ്ലൂസൻസി, അതായത് ഗ്രെയിൻസ് എത്രത്തോളം ബേസ് വൈറ്റ് കളറിൽ നിന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ചെറിയ കോൺട്രാസ്റ്റ്, ഇപ്പൊ ഇത് ഏറ്റവും ലോയസ്റ്റ് കോൺട്രാസ്റ്റാണ്. പക്ഷെ നമ്മൾ കണ്ട അർബസ്കാറ്റോ അല്ലെങ്കിൽ നമ്മൾ കണ്ട കാലക്കട്ട ഡോവിനകത്ത് കോൺട്രാസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതായത് ഗ്രെയിൻസ്, അതായത് ഇതിന്റെ ഹൈലൈറ്റ് ഗ്രെയിൻസ് ബേസ് കളറുമായിട്ട് എത്ര കോൺട്രാസ്റ്റിലാണ് നിൽക്കുന്നത്, അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ വിലയിരുത്തൽ. പിന്നെ രണ്ടാമത്തെയാണ് ഗ്രെയിൻസിന്റെ മൂവ്മെന്റ്, അതായത് ഗ്രെയിൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് സ്റ്റാച്വാരിയോ ഒറാക്കലിനകത്ത് നമുക്ക് കാണാം ഗ്രെയിൻസ് റാൻഡം ആയിട്ട് കാണുന്നെങ്കിൽ ഇതിനൊരു ഓറിയന്റേഷൻ ഉണ്ട്, ഒരു ആംഗിളിൽ നിന്ന് വേറൊരു ആംഗിളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ സ്റ്റാച്വാരിയോ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഏത് സൈസിലാണെങ്കിലും നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന് ഇതിന്റെ ട്രാൻസ്ലൂസൻസി, അതായത് ബ്ലാക്കും ഇതിന്റെ ഗ്രെയിൻസ് എത്ര കോൺട്രാസ്റ്റിലാണ്. സെക്കൻഡ്, ഗ്രെയിൻസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്. ഇത് നമ്മുടെ 6x4 മാത്രം ഉള്ള കളക്ഷൻ ആണ് ഞാനിപ്പോ കാണിച്ചത്. 6x4 അല്ലാതെ നമുക്ക് 240/80, അതായത് ഈ സ്ലാബ് സൈസിനകത്തും നമുക്ക് ഒരു മോഡൽ ഉണ്ട്. നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കാറില്ല. കിച്ചൺ കൗണ്ടേഴ്സിന് കൊടുക്കാനുള്ള ഒരു GVT ടൈലാണ്. വളരെ ബ്യൂട്ടിഫുൾ ടൈല്, അഗൈൻസ്റ്റ് ഓർഡറാണ് വരുന്നത്. സ്റ്റോക്കിൽ എപ്പോഴും കാണും, പക്ഷേ ഡിസ്പ്ലേയിൽ ഞങ്ങൾ അത് വെക്കാറില്ല. കാരണം കിച്ചൺ കൗണ്ടേഴ്സിന് പലപ്പോഴും കസ്റ്റമേഴ്സ് അത് സെലക്ട് ചെയ്യും. കിച്ചൺ കൗണ്ടേഴ്സിന് അതിനകത്ത് സിങ്ക് കട്ട് ചെയ്യുമ്പോൾ അത് ചിമ്മി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മെറ്റീരിയൽ മോശം ആയതുകൊണ്ട് അങ്ങനെ ആവുന്നതല്ല. ആ ടെക്നോളജി, അതായത് GVT ടെക്നോളജി തന്നെ നമ്മൾ ഒരിക്കലും അതിനെ ഒരുപാട് കട്ടിങ്, അതിനകത്ത് ഒരു 4 സൈഡ് സിങ്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ 4 സൈഡും കട്ട് ചെയ്ത് ഒരു പീസ് മാറ്റാൻ ഉള്ള കട്ടിങ്ങിന് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല GVT. അല്ലാതെ ഇപ്പൊ കജാരിയ മോശമായതോ അല്ലെങ്കിൽ വേറൊരു കമ്പനി മോശമായതല്ല ഈ സ്ലാബ് ചിമ്മി പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് വെക്കാതെ. പക്ഷേ കമ്പൽസറി ആയിട്ട് വേണമെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിന് ഞങ്ങൾ അത് കൊടുക്കും. സോ ഇനി നമുക്ക് ചെറിയ സൈസിലേക്ക് പോവാം. സ്റ്റാച്വാരിയോയിലെ ചെറിയ സൈസിൽ നമുക്ക് ആദ്യം 160/80 സ്റ്റാർട്ട് ചെയ്യാം. 160/80 സ്ലാബ് സൈസ് ആണ്. അതിനെ നമ്മൾ ചെറിയ സൈസിലേക്ക് കൂട്ടത്തില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ചെറുതായതുകൊണ്ട് നമുക്ക് അത് കാണിക്കാം. സ്റ്റാച്വാരിയോ അല്ല, ആദ്യം മൊണോലിത്ത് തന്നെ നമ്മൾ ഇപ്പം കണ്ട സ്റ്റാച്വാരിയോ ഒറാക്കൽ തന്നെ ചെറിയ സൈസിൽ 160/80. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 3 ടൈൽ വെച്ചപ്പോൾ അറിയാം ഗ്രെയിൻസ് എല്ലാം ഒരു ഡയറക്ഷനിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. പക്ഷെ കണ്ട ഒരു റാൻഡം ലുക്കും ആ ഗ്രെയിൻസിനുണ്ട്. സോ നമ്മുടെ രണ്ട് കാര്യത്തിൽ ഇതിനെ വിലയിരുത്തുവാണെങ്കിൽ ഇതിനകത്ത് ഗ്രെയിൻസ് വളരെ ലോ കോൺട്രാസ്റ്റിലാണ് നിൽക്കുന്നത്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. പിന്നെ ഗ്രെയിൻസ് ഒരു ഡയറക്ഷനിൽ നിന്ന് വേറെ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാച്വാരിയോ സെലക്ട് ചെയ്യാം. ഏതൊരു വീടിനും സ്റ്റാച്വാരിയോ ടൈൽ ഒരു 100% വിൻ സിറ്റുവേഷൻ ആണ്. ഒരിക്കലും സ്റ്റാച്വാരിയോ ഇട്ട് ഒരു വീട് മോശം ആവത്തില്ല. ഇനി നമ്മൾ അടുത്ത നമുക്ക് നോക്കാം കജാരിയുടെ 100+ റേഞ്ചിൽ വരുന്ന കജാരിയുടെ സൂപ്പർ വൈറ്റ് പിഗ്മെന്റിലുള്ള അർബസ്കാറ്റോ. ഈ അർബസ്കാറ്റോ ആണ് നമ്മൾ 6x4 ആദ്യം കണ്ടത്. ഇത് അതിന്റെ 160. ഇതിനകത്ത് നമുക്ക് കാണാം ഗ്രെയിൻസിന് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ല. അതേപോലെ ഗ്രെയിൻസ് വൈറ്റിൽ നിന്ന് ഒരുപാട് കോൺട്രാസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെടുന്നത് തികച്ചും ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഒരിക്കലും കടക്കാർക്കോ അല്ലെങ്കിൽ വേറെ ആള് നമ്മുടെ പുറത്ത് ഇത് ഇമ്പോസ് ചെയ്യരുത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ സ്റ്റാച്വാരിയോ എപ്പോഴും എടുക്കാം. കാരണം ഈ ഒരു കോംപ്ലക്സിറ്റി വേറെ ഒരു ടൈലിലും ഇല്ല. അത് വളരെ യുണീക്ക് ആയിട്ട് സ്റ്റാച്വാരിയോയ്ക്കുള്ള ഒരു കാര്യമാണ് ഈ കളറിന്റെ ഡെപ്തും പിന്നെ ഗ്രെയിൻസിന്റെ ഓറിയന്റേഷനും. സോ അർബസ്കാറ്റോ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ടൈൽ, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈൽ ബൈ കജാരിയ എറ്റർണിറ്റി. ഇനി ഇത് കഴിഞ്ഞ് കജാരിയ എറ്റർണിറ്റിയുടെ തന്നെ കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് അല്ല, അർബസ്കാറ്റോയുടെ സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് അല്ല, എന്നാലും സബ് സൂപ്പർ വൈറ്റ് പിഗ്മെന്റിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നമ്മുടെ കയ്യിലുള്ളത് സ്വിസ് വൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ. നിങ്ങൾക്ക് കാണാം പക്ക ഗ്രെയിൻസ് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് പോകുന്നു, ക്ലിയർ ലൈൻസ് ആണ്, എന്നാൽ ഒരു റാൻഡം ലുക്കും ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഗ്രെയിൻസ് വൈറ്റിൽ നിന്ന് നല്ല കോൺട്രാസ്റ്റിലാണ് നിൽക്കുന്നത്. ബട്ട് ബെസ്റ്റ് സെല്ലിംഗ് ടൈലാണ്, നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിൽ വന്ന് കാണാം. ഇനി ഇതിനകത്ത് തന്നെ കജാരിയ എറ്റർണിറ്റിയുടെ 160/80 വേറൊരു ടൈലാണിത്. ഇത് കാർവിംഗ് ഫിനിഷ് ആണ്. ഇതിന്റെ പേര് നോവ വൈറ്റ് എന്നാണ്. ഇതിനകത്ത് പേരിനകത്ത് എങ്ങും സ്റ്റാച്വാരിയോ ഇല്ല, പക്ഷേ ഇത് സ്റ്റാച്വാരിയോ ആണ്. ഈ ലൈൻസ്, ഈ ബ്ലാക്ക് ലൈൻസ് നമുക്ക് വിരൽ കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും.
എന്തായാലും മൊത്തത്തിൽ മാറ്റ് ഫിനിഷ് ആണ്. പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും ഉള്ള വീട്ടിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാർവിംഗ് വൈറ്റ്. കാർവിംഗ് വൈറ്റ്സിന് എപ്പോഴും ഒരു പേടിയുണ്ട്, മാറ്റ് വൈറ്റിന് എപ്പോഴും മെയിൻറ്റെയിൻസ് പാടാണ്. പക്ഷേ നോവ വൈറ്റിന്റെ കേസിൽ ഇതിന്റെ സർഫേസ് ഒരു പ്രത്യേകതരം സർഫേസ് ആണ്. നോർമൽ മോപ്പിംഗ് മതി ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ടോപ്പ് ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലൈൻസിനകത്ത് എല്ലാം ചെറിയ ഗ്ലിറ്ററിംഗ് ഉണ്ട്. ആ ലൈൻസ് പകലും രാത്രിയും എല്ലാം ലൈറ്റ് അടിക്കുന്നതനുസരിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നതനുസരിച്ച് ഇത് ചെറുതായിട്ട് ഗ്ലോ ചെയ്യും. സോ വെരി ഡൈനാമിക് ഫ്ലോറിംഗ്, വെരി ലോ പ്രൈസ്, 700 rupees പ്രൈസിംഗ്, അമേസിംഗ് ടൈൽ. ഇനി നമുക്ക് അടുത്ത ചെറിയ സൈസുകളിലേക്ക് നമുക്ക് പോകാം, അതായത് 4x2 സൈസിലേക്ക്. ചെറിയ സൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ടൈലും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, 160/80 സൈസ് മോണോലിത്തിന്റെ. അപ്പോൾ മോണോലിത്തിന്റെ ഓൾറെഡി നമ്മൾ സാച്ചുവാരിയോ ഒറാക്കൽ കണ്ടായിരുന്നു. പക്ഷെ സാച്ചുവാരിയോ ഒറാക്കലിനകത്ത് ഗ്രെയിൻസിന്റെയും ബേസിന്റെയും കോൺട്രാസ്റ്റ് വളരെ കുറവായിരുന്നു, വളരെ നേരിയ ഡിസൈനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ സാച്ചുവാരിയോ ആന്റിക്കോയിലേക്ക് വരുമ്പോൾ മോണോലിത്തിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ്, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഗ്രെയിൻസ് ഉണ്ട്, ഗ്രെയിൻസിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതായത് തീരെ ഡയഗണലായിട്ട് പോകുന്നില്ല. പക്ഷെ സ്വല്പം പെർപെൻഡിക്കുലർ ആണ് ടൈൽസിന്. പക്ഷെ മോറോർലെസ് എല്ലാ ടൈലിനകത്തും ഇങ്ങനെ തന്നെ വരും. പക്ഷേ ഇതിനകത്ത് അത് മാത്രമല്ല, ഇതിനകത്ത് ഗ്രെയിൻസിന് നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈൽ എടുക്കാം, കോൺട്രാസ്റ്റ് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് സാച്ചുവാരിയോ ഒറാക്കൽ എടുക്കാം. പ്രൈസ് വളരെ കുറവാണ്, സബ് 60 rupees പ്രൈസിംഗ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് 4x2 സൈസ്. അടുത്ത 4x2 സൈസിനകത്ത് ആദ്യം തന്നെ സാച്ചുവാരിയോ വെനാറ്റോ. ഞാൻ പറഞ്ഞല്ലോ സാച്ചുവാരിയോ കഴിഞ്ഞ് എന്ത് പേര് വന്നാലും അതിൽ വലിയ കാര്യമാക്കരുത്. ചിലപ്പോൾ വെനാറ്റോയും ഇതുമായിട്ട്, വെനാറ്റോയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലക്കട്ട, കറാറ, അർബസ്കാറ്റോ അതുപോലത്തെ ഒരു വേരിയേഷൻ ആണ്, ശരിക്കും നേച്ചറിലുള്ള ഒരു വേരിയേഷൻ ആണ് വെനാറ്റോ എന്നുള്ളത്. പക്ഷേ ഇത് വെനാറ്റോ ഗ്രെയിൻസ് ആണോ നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. കാരണം അത് ഇറ്റലിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വികസിത രാജ്യങ്ങളിൽ മാർബിൾ വിറ്റ ഒരു എക്സ്പീരിയൻസ് സെയിൽസ്മാനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് വെനാറ്റോയുടെ ഗ്രെയിൻസ് ആണോ. ബട്ട് ഡസന്റ് മാറ്റർ, നമുക്ക് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് എടുക്കാവുന്നതാണ്. സോ സാച്ചുവാരിയോ വെനാറ്റോ കെറോനൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ്. കെറോനൈറ്റ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ബ്രാൻഡാണ്, വളരെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഈ ഇടയ്ക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ല സെയിലാണ്, നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ. അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ, വെനാറ്റോയുടെ കളക്ഷൻസിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഫോക്കസ് സാച്ചുവാരിയോ ആണ് ഗൈസ്. സാച്ചുവാരിയോ വെനാറ്റോ ഭയങ്കര ബ്യൂട്ടിഫുൾ ടൈലാണ്. ഇനി അടുത്ത അത് ബ്ലാക്ക് ഗ്രെയിൻസ് ആണെങ്കിൽ കെറോനൈറ്റിൽ തന്നെ സാച്ചുവാരിയോ ഗോൾഡ്, അതായത് ഗോൾഡ് ഗ്രെയിൻസിനകത്ത് ചെറിയൊരു ഗോൾഡിന്റെ ടച്ച് വരുന്ന സാച്ചുവാരിയോ ഗോൾഡ് ആണ് അടുത്ത സെലക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു കടയും പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ മാർബിളും ഓരോ ടൈപ്പ് എടുക്കും. പക്ഷെ സ്റ്റാച്ചുവാരിയോ അവരുടെ ഡെഫിനറ്റ്ലി ഒന്നി കൂടുതൽ കാണും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഇട്ട് കഴിഞ്ഞാൽ വീടുകളിലെ ഒരു വേറൊരു ലെവലിലോട്ട് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റാച്ചുവാരിയോ മെറ്റീരിയൽ. അപ്പം ഇത് കെറോനൈറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് കജാരിയ ഇൻഫിനിറ്റിയിലേക്ക് പോവാം. കജാരിയ ഇൻഫിനിറ്റിയിലേക്ക് വരുവാണെങ്കിൽ കജാരിയ ഇൻഫിനിറ്റിയിലെ ഈ ഇടയ്ക്ക് ഇൻഫിനിറ്റിക്ക് അത് ആഡ് ചെയ്ത ഒരു മെറ്റീരിയൽ ആണ്. ഇത് നേരത്തെ ഒരു വില കൂടിയ ഒരു റേഞ്ചിൽ ഇരുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റാച്ചുവാരിയോ റോമ. സ്റ്റാച്ചുവാരിയോ റോമ ഇപ്പം കമ്പനി ഡൗൺഗ്രേഡ് ചെയ്ത്, അതായത് പ്രൈസ് ഡൗൺഗ്രേഡ് ചെയ്ത് നമുക്ക് ഇൻഫിനിറ്റി ലെവലിലോട്ട് ഇപ്പം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് ബേസിക്കലി 20% അല്ല, നമ്മൾ ഇതുവരെ കണ്ട സ്റ്റാച്ചുവാരിയോയ്ക്കകത്ത് ഒന്നും നമുക്ക് ഒരു 20% കൂടുതൽ ഗ്രെയിൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു 40% ഗ്രെയിൻസ് ഉണ്ട്. അതാണ് ഈ സ്റ്റാച്ചുവാരിയോ മറ്റ് സ്റ്റാച്ചുവാരിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ബ്ലാക്ക് ഗ്രെയിൻസ് കൂടി കിടക്കുമ്പോൾ അതൊരു വേറൊരു എസ്തെറ്റിക് ആണ്. പേഴ്സണലി ഒരുപാട് കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമാണ്. സോ ദിസ് ഈസ് ലൈക്ക് 40% ഗ്രെയിൻസ് ഉള്ള ബേസ് വൈറ്റ് സാച്ചുവാരിയോ റോമ. ഇനി നമ്മൾ നോക്കാം കജാരിയയുടെ ഇൻഫിനിറ്റി സീരീസിലെ ഓൾ ടൈം സക്സസ്ഫുൾ ഒരു ടൈലാണ് കാലക്കട്ട റോമ. നേരത്തെ കഴിഞ്ഞ സാച്ചുവാരിയോ റോമ ആയിരുന്നു, ഇത് കാലക്കട്ട റോമ. അപ്പൊ കാലക്കട്ടയുടെ ഒരു ഡെഫിനറ്റ് ഒരു ഐഡന്റിറ്റി എന്താണെന്ന് വെച്ചാൽ ഗ്രെയിൻസ് ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലോട്ട് മൂവ് ചെയ്യും. അത് കാലക്കട്ടയുടെ മസ്റ്റായിട്ട് ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. കാലക്കട്ടയിൽ എപ്പോഴും ഗ്രെയിൻസിന് ഡയറക്ഷൻ കാണും. അപ്പൊ നമുക്ക് ഇവിടെ കാണാം കാലക്കട്ട റോമായിക്കകത്ത് ഗ്രെയിൻസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ ഗ്രെയിൻസിന്റെയും ബേസിന്റെയും റേഷ്യോ ഏകദേശം 1:9 അല്ലെങ്കിൽ 2:8 ആണ്. അപ്പൊ 80-20 റേഷ്യോയിലാണ് ഇത് നിൽക്കുന്നത്. ബട്ട് 80 ഇല്ല, 20% ഇല്ല, ഐ തിങ്ക് അതിനെക്കാട്ടിലും കുറവാണ്. അതുകൊണ്ട് വൈറ്റ്നെസ് കൂടുതൽ കാണും, നേരിയ ലൈൻസേ കാണത്തുള്ളൂ. ട്രാൻസ്ലൂസൻസി മീഡിയം ആണ്, ഒത്തിരി കോൺട്രാസ്റ്റ് കൂടുതലും അല്ല കുറവും അല്ല, ഒരു തരം ഒരു മീഡിയം തരമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാലക്കട്ട റോമ ഈ സ്ഥാപനത്തിലെ ഏറ്റവും വിറ്റ് പോകുന്ന ടൈൽസിൽ ഒന്നാണ്. ഇനി ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഈ ഇടയ്ക്ക് കജാരിയ ഇൻഫിനിറ്റി ലോഞ്ച് ചെയ്തതാണ് സാച്ചുവാരിയോ ക്ലാസിക്കോ. സാച്ചുവാരിയോ ക്ലാസിക്കോ ഗ്രെയിൻസ് പല സൈഡിലോട്ട് പോകുന്ന ഗ്രെയിൻസ്, ഡയറക്ഷണൽ ഗ്രെയിൻസ് അല്ല. ഇതിന്റെ ബേസ് വൈറ്റ് ഒരു പ്രത്യേക പിഗ്മെന്റ്. നമുക്കറിയാം ഒരു കമ്പനി തന്നെ 4 സ്റ്റാച്ചുവാരിയോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ 4 സ്റ്റാച്ചുവാരിയുടെയും ബേസ് എപ്പോഴും വേറെ വൈറ്റ് ആയിരിക്കും. ഈ 4ഉം ഒരു ബേസ് വൈറ്റിൽ കമ്പനി ചെയ്യത്തില്ല. നമ്മുടെ 4 ടൈലും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ 4ന്റെയും വൈറ്റിന്റെ ഷെയ്ഡ് 4 ഷെയ്ഡ് ആയിരിക്കും. അപ്പം അത് വളരെ നേരിയ വ്യത്യാസമാണ്. അത് കടക്കാർക്ക് അല്ലെങ്കിൽ എപ്പോഴും മെറ്റീരിയൽ
കാണുന്നവർക്ക് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഡിഫറൻസ് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഹിയർ ഇറ്റ് ഈസ് സ്റ്റാച്ചുവാരിയോ ക്ലാസിക്കോ. റാൻഡം ഗ്രെയിൻസ് ആണ്. ഗ്രെയിൻസിന്റെയും ബേസിന്റെ റേഷ്യോ ഈസ് ഓൾമോസ്റ്റ് 30-70 അല്ലെങ്കിൽ 40-60 റേഞ്ചിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആയിട്ട് വൈറ്റ് വാഷ് ചെയ്താണൊക്കെ ഫ്ലോർ ഇരിക്കത്തില്ല, കുറച്ച് ഗ്രെയിൻസും കാണും. പക്ഷേ ഈ ടൈല് സെല്ലായി പോകുന്ന ഇതിന്റെ ഗ്രെയിൻസ് കൊണ്ടല്ല, ഇതിന്റെ വൈറ്റിന്റെ പിഗ്മെന്റിന്റെ ആ ഷെയ്ഡ്, വൈറ്റിന്റെ ഒരു ഷെയ്ഡ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ടാണ് ഇത് സെല്ലായി പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട സ്റ്റാച്ചുവാരിയോ റോമയുടെ തന്നെ കാർവിംഗ് ഫിനിഷ്, അതായത് മാറ്റ് ഫിനിഷ്. നമുക്ക് ഒരു റൂം പ്രായമുള്ളവരോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുള്ള, അപ്പം അതിനകത്ത് ഒരു ക്ലിപ്പാകാനുള്ള ഒരു പേടിയുണ്ട്, മാറ്റ് ഫിനിഷ് വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ബാൽക്കണി ഏരിയയിലേക്ക് നമുക്കൊരു മാറ്റ് ഫിനിഷ് വേണമെന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇത്. ആക്ച്വലി മാറ്റ് അല്ല, കാർവിംഗ് ആ, ഷാലോ കാർവിംഗ് ആ. എന്ന് വെച്ചാൽ ഈ ലൈൻസ് നമുക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ വിരലിന്റെ അറ്റത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു സൂപ്പർ ബ്രാൻഡ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുന്ന, മേടിക്കാൻ പറ്റുന്നതാണ് നിറ്റ്കോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിറ്റ്കോ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ, അതായത് കജാരിയ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ടൈലാണ്. വളരെ മാസ് മാർക്കറ്റിന് ഒരിക്കലും നിറ്റ്കോ പോയിട്ടില്ല, പക്ഷേ ക്ലാസ് മാർക്കറ്റിനാണ് നിറ്റ്കോ ഇന്ന് സെർവ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ്സും വളരെ ബ്യൂട്ടിഫുൾ ടൈൽസ് ആണ്. നിറ്റ്കോയുടെ കളക്ഷനിൽ ഞങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ സ്റ്റാച്ചുവാരിയോടെ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇപ്പൊ കാണുന്നതാണ് കാർവിംഗ് സീരീസിലെ കാർവിംഗ് ആണ്. കാർവിംഗിനകത്ത് ബിയാങ്കോ സ്റ്റാച്ചുവാരിയോ എന്ന് പറയുന്ന ഈ ഒരു ടൈൽ, ഇത് കാർവിംഗ് ടൈലാണ്. കാർവിംഗിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പ്ലെയിൻ മാറ്റ് ബേസ് ആയിരിക്കും, എന്നിട്ട് ബ്ലാക്ക് ലൈൻസിനകത്ത് ഒരു ഗ്ലിറ്റർ ലൈൻ കാണും. ഇത് നന്നായിട്ട് ചെയ്യും. പക്ഷേ അതിന്റെ കളർ ബാലൻസ്, അതിന്റെ ഷെയ്ഡ് ബാലൻസ്, ഇതെല്ലാം നിറ്റ്കോ ചെയ്യുന്ന പോലെ കെയർഫുള്ളി വേറെ ഒരു കമ്പനിയും ചെയ്യാറില്ല. പ്രൈസ് ഒരുപാടല്ല, വന്നാൽ നിങ്ങൾക്ക് കാണാം, മേടിക്കാം. പുതിയ ലോഡാണ്, ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ്. ബിയാങ്കോ സ്റ്റാച്ചുവാരിയോ കാർവിംഗ് ബൈ നിറ്റ്കോ. ഇനി നിറ്റ്കോയിൽ തന്നെ അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷ് ആണ് സാറ്റിൻ ഫിനിഷ്. ഇത് ഈ കടയിൽ വേറെ ഒരു കമ്പനിയിലും നമുക്ക് ഈ ഫിനിഷ് ഇല്ല. അതായത് രാവിലെ ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്ത ന്യൂസ് പേപ്പറിന്റെ പുറത്ത് കൈ ഓടിച്ചാൽ എന്തോ ഇരിക്കും, ആ ഫിനിഷ് ആണിത്. സോ മാറ്റും അല്ല, ഗ്ലോസി അല്ല. ഗ്ലോസിയുടെ എല്ലാ കൺവീനിയൻസും അതേപോലെ മാറ്റിന്റെ ഒരു ഫീലും ഇത് രണ്ടും തരുന്ന ഒരു ഫിനിഷ് ആണ് സാറ്റിൻ ഫിനിഷ്. സാറ്റിൻ ഫിനിഷ് ശരിക്കും ടൈൽ ഇൻഡസ്ട്രിയിൽ ഒരു വളരെ അണ്ടർ റേറ്റഡ് ഒരു ഫിനിഷാണ്. ഒരുപാട് കമ്പനീസ് ഇത് ഇറക്കുന്നുമില്ല. ഇറക്കുന്ന മെറ്റീരിയൽസ് ഒരുപാട് ഡീലേഴ്സ് മേടിക്കുന്നുമില്ല. ഡീലേഴ്സ് മേടിക്കാത്തതുകൊണ്ട് ഇത് കസ്റ്റമേഴ്സിന് കൗണ്ടേഴ്സിൽ കാണാൻ കിട്ടത്തില്ല. സോ ഞങ്ങൾക്ക് പക്ഷേ വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും നല്ലൊരു കളക്ഷൻ സാറ്റിൻ ഫിനിഷിലുണ്ട്. അതിൽ കജാരിയ ഇൻഫിനിറ്റിയുടെ സാറ്റിൻ ഫിനിഷസ് നല്ല മൂവ്മെന്റ് ആണ്. ഇത് നിറ്റ്കോയുടെ ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഐറ്റംസ് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. സോ ലാസ്റ്റ് 4 പീസ് നമുക്ക് ഡിസ്പ്ലേയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ, ഇതിനകത്ത് കാണാൻ ഡയറക്ഷണൽ ഗ്രെയിൻസ് ആണ്, സാറ്റിൻ ഫിനിഷ് ആണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അൺബ്രാൻഡഡ് കമ്പനി ഞങ്ങൾ ചെയ്യുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മെറ്റീരിയൽ ആണ് അടുത്ത നമ്മുടെ ഇന്നത്തെ ഫൈനൽ ടൈൽ. ഇറ്റ്സ് പേരല്ല, ഇതിനൊരു നമ്പറാണ് 9084. സോ ഇറ്റ് ഡസന്റ് മാറ്റർ. സംഭവം സ്റ്റാച്ചുവാരിയോ ആണ്, മാറ്റ് ആണ്, സ്റ്റാച്ചുവാരിയോ കാർവിംഗ് ആണ് ആക്ച്വലി. അപ്പൊ ഇതെന്തിനാണ് ഞങ്ങൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇത് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ ഇത് കൊടുക്കാറില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ വൈറ്റ് മാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. നിങ്ങൾക്ക് വൈറ്റ് മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ മുതൽ മേളിലോട്ടുള്ള ഫ്ലോർസിലെ അത് ഓപ്റ്റ് ചെയ്യാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേളിലത്തെ ഫ്ലോറിൽ ബാൽക്കണി മാത്രം നിങ്ങൾക്ക് വൈറ്റിന്റെ കണ്ടിന്യൂവേഷൻ ബാൽക്കണിയിലോട്ട് ഒരു മാറ്റ് ഫിനിഷ് കൊണ്ടുവരണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. ഈ ടൈലിന്റെ ഞങ്ങൾ മേടിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല മാറ്റാണ്, അതായത് സ്ട്രോങ് മാറ്റാണ്. അപ്പം വൈറ്റ് വെച്ച് അല്ലെ സ്റ്റാച്ചുവാരിയോ വെച്ച് ബാത്റൂം ചെയ്ത അതിന്റെ ഫ്ലോറും വൈറ്റ് വേണമെന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ റൂംസിലും ഇടാം, നോ പ്രോബ്ലം. സോ ദിസ് ഇസ് അവർ സ്റ്റാച്ചുവാരിയോ കളക്ഷൻ അറ്റ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇതുപോലത്തെ ഇനിയും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസുമായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങൾ കാത്തിരിക്കും. കണ്ടിരുന്നതിന് നന്ദി.